ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയെ മോഡേൺ ഡ്രസ്സിലിട്ട് കണ്ടതോടുകൂടി സൂര്യയ്ക്ക് ഒരുപാട് ഇഷ്ടമാവുകയാണ്. അങ്ങനെ സൂര്യ പറയണേ, നിനക്ക് നന്നായി ചേരുന്നുണ്ട് നന്ദിനി ഈ ഡ്രസ്സ്. നീ ഈ ഡ്രസ്സ് ഇട്ട് മണ്ഡപത്തിലേക്ക് ചെന്നാലുണ്ടല്ലോ, നിലത്ത് നിന്നും ഒരുപാട് കണ്ണുകൾ ഞാൻ പെറുക്കിയെടുക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ ആരതിയും വിവേകും ഇവനിതെന്താ പറയുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നന്ദിനി അടക്കം എന്ത് എന്ന് ചോദിക്കുന്നത്. സൂര്യ പറയണേ, അത് പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിമാരുടെ ഒക്കെ കണ്ണ് തള്ളി താഴെ വീണ് കിടക്കുന്നുണ്ടാവുമല്ലോ, അത് പെറുക്കിയെടുക്കുന്നതിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. കേട്ടപ്പോൾ ആരതിയും വിവേകും അങ്ങ് പുഞ്ചിരിക്കാൻ കേട്ടോ. എന്നിട്ട് നന്ദിനി പറയണേ, എന്നാലും എനിക്കിത് പറ്റില്ല സാർ, ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ അങ്ങോട്ടില്ല സാർ. അപ്പോൾ സൂര്യ പറയണേ, പറ്റില്ല, നീ ഇത് ഇട്ടുകൊണ്ട് തന്നെ അങ്ങോട്ട് വരണം. അപ്പോൾ ആരതി പറയണേ, ഏട്ടാ വാശി പിടിക്കല്ലേ, ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വാശി മാത്രം നോക്കിയാൽ പോരല്ലോ, അവളുടെ കംഫർട്ട് കൂടി നോക്കണ്ടേ. അപ്പോൾ സൂര്യ പറയണേ, പിന്നെ ഇയാൾ എന്തിട്ട് വരുമെന്നാണ് ആരതി നീ പറയുന്നത്? അത് പിന്നെ ഞാൻ സാരി എടുത്തോളാം സാർ എന്ന് നന്ദിനി പറയണം. സൂര്യ പറയണേ, സാരിയോ എന്ന് ചോദിക്കേട്ടോ. അപ്പോൾ വിവേക് പറയണ, സാരി വേണ്ട നന്ദിനി, അതിന് ഇനി എന്നും ഉടുക്കുന്നതല്ലേ. അപ്പോൾ ആരതി പറയണ, ഏട്ടൻ നന്ദിനിക്ക് ഒരുപാട് സാരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ വില കൂടിയത് കൊണ്ടാണ് നന്ദിനി മാറ്റി വെച്ചിരിക്കുന്നത്, അതിലൊരെണ്ണമാണ് നന്ദിനി ഉടുക്കാൻ പോകുന്നത്. ഏട്ടന് ഞാനൊരു വാക്ക് തരാം, ആ മണ്ഡപത്തിൽ നിൽക്കുന്ന സകലരെയും ഞങ്ങൾ ഞെട്ടിക്കും, അങ്ങനെയാണ് നന്ദിനിയെ ഞാൻ ഒരുക്കി താഴേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നന്ദിനി പറയണ, അത് മതി സാർ, ഒന്ന് സമ്മതിക്കുമോ സാർ? സാറും വിവേകും ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കോ, ഞങ്ങൾ വന്നോളാം. അപ്പോൾ സൂര്യ അത് കേട്ടപ്പോൾ പെട്ടെന്ന് ആരതിയോട് അങ്ങ് മാറി നിൽക്കാൻ പറയണേ. എന്നിട്ട് നന്ദിനിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാൻ കേട്ടോ. എന്താ നീ ഇപ്പോൾ പറഞ്ഞത്, ആരും വിവേകും? നന്ദിനി പറയണേ, സാറും വിവേകും. അപ്പോൾ വീണ്ടും സൂര്യ ചോദിക്കേണ്ട, ആരാന്നാ നീ പറഞ്ഞത്? അപ്പോൾ നന്ദിനി വീണ്ടും സാറും വിവേകും. വീണ്ടും സൂര്യ ചോദിക്കുന്ന, ആരാന്നാ നീ പറഞ്ഞത്? അപ്പോൾ പെട്ടെന്നാണ് നന്ദിനിക്ക് കാര്യം മനസ്സിലാവുന്നത് കേട്ടോ. അങ്ങനെ നന്ദിനി പുഞ്ചിരിയോടുകൂടിയും ഒരു നാണത്തോടു കൂടിയും പറയാം, പിന്നെ എന്ന് പറഞ്ഞ് പതർ നിൽക്കുമ്പോൾ സൂര്യ ചോദിക്കുകയാണ്, അത് പിന്നെ ബാക്കി കൂടി പറ. അപ്പോൾ വീണ്ടും നന്ദിനി, അത് പിന്നെ ഏട്ടനും വിവേകും കൂടി താഴേക്ക് പോയിക്കോ, ഏട്ടൻ വിവേകിനെയും കൂട്ടി ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കോ, ഞാനും ആരതിയും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് വന്നോളാം, ഏട്ടൻ ഇപ്പോൾ വിവേകിനെയും കൂട്ടി പോയിക്കോ എന്ന് 2-3 തവണയായിട്ട് അങ്ങ് നന്ദിനി പറയട്ടെ. അത് കേട്ടപ്പോൾ വിവേകും ആരതി അങ്ങ് അതിശയിച്ച് പുഞ്ചിരിച്ച് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി സൂര്യ ഏട്ട എന്നുള്ള ആ വിളി കേട്ടപ്പോൾ വിവേകിനും ആരതിക്കും ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ആരതി ചോദിക്കുകയാണ്, അല്ല എപ്പോൾ തുടങ്ങി ഈ ചേഞ്ച്? അപ്പോൾ സൂര്യ പറയണേ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? അപ്പോൾ ഫുൾ ടൈം എന്നെ ഏട്ട ഏട്ട എന്നല്ലേ വിളിക്കുന്നത്? അപ്പോൾ നന്ദിനി പറയണേ, എന്നെ കൊണ്ട് വിളിപ്പിക്കുന്നതാണ് ആരതി. അപ്പോൾ ആരതി പറയണേ, വിളിപ്പിക്കുന്നതൊക്കെ ആയിക്കോട്ടെ, എന്നാലും നിന്റെ ആ സാറ് വിളിയൊന്ന് പോയി കിട്ടിയല്ലോ, നീ ഏട്ട എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എന്ത് ഭംഗിയാണെന്നോ. അപ്പോൾ നന്ദിനി പറയണേ, ആ തുടങ്ങി, എനിക്ക് എന്ത് ചെയ്താലും ഭംഗിയാണ്. അപ്പോൾ ആരതി പറയണേ, എന്നാൽ പിന്നെ ഏട്ടൻ പോയിക്കോളൂ, നന്ദിനിയെ ഒരുക്കിയിട്ട് നന്ദിനിയെ ഏട്ടൻ്റെ അടുത്ത് കൊണ്ടുവന്നോളാം, എന്നാൽ പിന്നെ പൊയ്ക്കോ നന്ദിനിയുടെ ഏട്ട എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് ആരതി ഒന്ന് കളിയാക്കുക കേട്ടോ. അപ്പോൾ സൂര്യ പറയണ, ഓക്കെ എന്നാൽ ശരി, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് വിവേകിനെയും കൂട്ടി സൂര്യ പോവുകയാണ്. അങ്ങനെ നന്ദിനിയെ ഡ്രസ്സ് മാറാൻ വേണ്ടി ആരതി ഒരുങ്ങുകയാണ്. പിന്നീട് വന്നവരോട് വിജയ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല ചമഞ്ഞൊരുങ്ങിയിട്ട് ഇന്ദ്രജ വിജയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ വിജയ് എന്ന് പറഞ്ഞ് വിളിക്കാണ്ട്. അപ്പോൾ പെട്ടെന്ന് വിജയ് നോക്കുന്ന സമയത്ത് ഇന്ദ്രജ അണിഞ്ഞൊരുങ്ങി വരുന്നത് കണ്ടപ്പോൾ വിജയ്ക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇന്ദ്രജയെ കാണാൻ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് ഇന്ദ്രജ വിളിക്കുകയാണ്, വിജയ് ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ വിജയ് ഇന്ദ്രജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, വിജയ് എങ്ങനെയുണ്ട്, എൻ്റെ ഈ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ വിജയ് പറയണേ, ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്, നിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, നീ അവിടെ നിന്നും നടന്നു വരുന്ന സമയത്ത് എല്ലാവരും കൂടി നിന്നെ നോക്കിയത് കണ്ടില്ലേ? അപ്പോൾ ഇന്ദ്രജ പറയണേ, അവരുടെ കാര്യമൊക്കെ പോട്ടെ, ആദ്യം വിജയുടെ അഭിപ്രായം പറയും, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വിജയ് പറയണേ, അത് പിന്നെ വേദയുടെ കാര്യം ഓർത്ത് എനിക്ക് വല്ലാത്ത കഷ്ടം തോന്നുന്നു. അതെന്താ? അല്ല, അവൾ എത്ര നേരമായി കഷ്ടപ്പെട്ട് ഒരുങ്ങുന്നു, അതിരാവിലെ തുടങ്ങിയതല്ലേ, ശരീരം മുഴുവനും ഓരോന്ന് തേച്ച് പിടിപ്പിക്കാൻ. പക്ഷേ എത്ര അവൾ ഒരുങ്ങിയാലും എൻ്റെ ഇന്ദ്രുവിനൊപ്പം എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയ് ഇന്ദ്രജയെ അങ്ങ് പുകഴ്ത്തുമ്പോൾ ഇന്ദ്രജ പറയണേ, അത്രയ്ക്കൊന്നും വേണ്ട, അവളെ ഗംഭീരമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വിജയ് പറയണേ, ഏയ് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തേക്കും അവിടെ ഫംഗ്ഷൻ കൂടാൻ വേണ്ടി വന്ന ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കണം, അല്ല എന്താണാവോ ഭാര്യയും ഭർത്താവും കൂടി മാറി നിന്ന് സംസാരിക്കുന്നത്, കഴിഞ്ഞില്ലേ നിങ്ങളുടെ കൊച്ചു വർത്തമാനം പറയലൊക്കെ? ഇന്ദ്രജ പറയണേ, അങ്ങനെ അങ്ങ് കഴിയാൻ പാടില്ലല്ലോ ആൻറ്റി, അങ്കിളും ആൻറ്റിയും കൂടി അവിടെ മാറി നിന്ന് സംസാരിക്കുന്നത് കുറച്ചു മുന്നേ ഞാൻ കണ്ടല്ലോ. ഓ, നീ അതൊക്കെ ശ്രദ്ധിച്ചോ? എന്നിട്ട് പിന്നെ ഇന്ദ്രജയെ പുകഴ്ത്തുകയാണ്, നിന്റെ ഒരുക്കം നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്, ഇപ്പം നിന്നെ കണ്ടാലേ ശരിക്കും കല്യാണ പെണ്ണ് നീയാണെന്ന് തോന്നും. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഓരോ ഫംഗ്ഷനും നിന്നെ കാണുമ്പോഴും നീ ഓരോ ദിവസവും ചെറുപ്പമായി വരികയാണ്, അതുകൊണ്ടായിരിക്കും
അതുകൊണ്ടൊന്നുമല്ലേ നിൻ്റെ കയ്യിലൊരു കൊച്ചിനെ കാണാത്തത്. വിജയ് ഒരു നാണത്തോടു കൂടി പറയാണ് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എന്ന് പറയട്ടോ. അപ്പോഴാണ് വീണ്ടും അത് ചോദിക്കുന്നത്, അല്ല എപ്പോഴാണ് വേദ വരുന്നത്? അപ്പോൾ ഇന്ദ്രജ് പറയുന്നത് ഇതാ ഇപ്പോൾ വരും, അവളുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആ സ്ത്രീയോട് മാറിയിരിക്കാൻ പറയാൻ ആൻറ്റി അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിരുത്തുകയാണ് കേട്ടോ. അപ്പോൾ വിജയ് പറയണേ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നീ നന്നായിട്ടുണ്ട് എന്ന്. ഇപ്പോൾ അവർ പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസമായില്ലേ? നിൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലോ, ഈ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രജ പറയണേ ഇത് ഞാനേ വെച്ച് പിടിപ്പിച്ചതാണ് എന്നൊക്കെ പറയട്ടോ. പിന്നീട് വേദയെ ഹിമ ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുകയാണ്, അല്ല ഹരിത വന്നില്ലേ? ഹരിത പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞതാണല്ലോ, പിന്നെ അവളുടെ ഡ്രസ്സിങ്ങും അവളുടെ മേക്കപ്പൊക്കെ പെട്ടെന്ന് കഴിയും, പക്ഷേ അവളുടെ ഒരുക്കം അത് കൃത്യമായിരിക്കും. അപ്പോൾ ഹിമ പറയണ അതിന് അയാളുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റൈലല്ലേ? അപ്പോഴത്തേക്കും ഹരിത അവിടേക്ക് സ്റ്റൈലായിട്ട് തന്നെ സാരി എടുത്തുകൊണ്ട് അണിഞ്ഞൊരുങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് വേദയും ഹിമയും നോക്കുകയാണ്. എന്നിട്ട് ഹിമ പറയാണ് സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ല, ഇത്രയ്ക്ക് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞോ എന്നൊക്കെ ഹിമ ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് വേദ പറയണ ഹരിത അടിപൊളിയായിട്ടുണ്ട്, നിന്നെ കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്, നല്ല രസമായിട്ടുണ്ട്. എന്തായാലും മിക്കവാറും ഇന്നത്തെ എൻ്റെ ലുക്കിങ്ങും കാര്യങ്ങളൊക്കെ നീ കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹരിത പറയണേ ഇല്ല അതൊന്നുമില്ല, നിൻ്റെ ലുക്കിലേക്ക് അത് നിനക്ക് തന്നെ കിട്ടും. വേദ പറയണേ എൻ്റെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറയട്ടോ. അതിനെന്താ ഞാൻ റെഡിയാണെന്ന് ഹരിത പറയണേ. അപ്പോൾ ഹിമ പറയണേ എന്തായാലും ഇന്ന് നിങ്ങൾ രണ്ടുപേരെയും മറികടക്കാൻ ആരും ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവില്ല, അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞ് ഹിമ ഹരിതയെയും വേദയെയും അങ്ങ് പുകഴ്ത്തി പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവണം. പിന്നീട് വിജയ് വന്നവരിലെ ഒരു ഗസ്റ്റിനോട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സ്ത്രീ നടന്നു പോകുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും കണ്ണെടുക്കാതെ ആ സ്ത്രീയെ തന്നെ നോക്കുകയാണ്. അപ്പോൾ വിജയ് പറയാണ്, വിജയ് ബാക്ക് ഭാഗമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ വിജയ് പറയുകയാണ് ഇതാരാ ഇങ്ങനെ ഒരു സ്ത്രീ, ഇത് ആരായിരിക്കും എന്നിങ്ങനെ ആകാംക്ഷയോട് കൂടിയാണ് കേട്ടോ വിജയ് ആ സ്ത്രീയെ തന്നെ നോക്കുന്നത്. അപ്പോൾ നന്ദിനിയാണ് നടന്നു പോകുന്നത്. അപ്പോൾ നന്ദിനി അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് കേട്ടോ ആരതി ഒരുക്കിയിട്ടുള്ളത്. വിജയ് അയാളോട് പറയണേ ഞാനിപ്പോൾ വരാം കേട്ടോ, ആരാണ് ആ സുന്ദരി എന്നുള്ളത് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ആ സ്ത്രീയെ നോക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് സ്വയം പറയുകയാണ് എവിടെ ആ സുന്ദരി ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് നന്ദിനി അവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ നന്ദിനിയാണ് എന്നുള്ളതൊന്നും വിജയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ വീണ്ടും നന്ദിനി അവിടെ നിന്ന് അങ്ങ് നടന്നു പോവുകയാണ്. അപ്പോഴാണ് വന്ദനയും വിജയനും ഉദയനും കൂടി ഒരുമിച്ച് ആ സ്ത്രീയെ വീണ്ടും കാണുകയാണ് കേട്ടോ. അപ്പോൾ വന്ദന പറയണ ആരാണ് ആ സ്ത്രീ, എന്തൊരു ഭംഗിയാണ്, കണ്ടാൽ വല്ല ദേവതയെ പോലെ തോന്നും, ഏതാണ് ആ സ്ത്രീ എന്നൊക്കെ ഇങ്ങനെ അവർ ആകാംക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ 3 പേരും ആ സ്ത്രീയെ തന്നെ നോക്കുന്നത്. അപ്പോൾ വന്നവരെല്ലാവരും തന്നെ ആ സ്ത്രീയെ തന്നെ നോക്കുകയാണ്. അപ്പോൾ നന്ദിനിയുടെ ബാക്ക് വശമാണ് എല്ലാവരും കാണുന്നത്. നന്ദിനിയാണെങ്കിലോ സാരിയൊക്കെ ഉടുത്ത് മുടിയൊക്കെ നിവർത്തിയിട്ടിട്ടാണ് കേട്ടോ അതിൽ കൂടെ നടന്നു പോകുന്നത്. വന്ദന വിജയോട് ചോദിക്കുകയാണ്, അല്ല വിജയ് ഇപ്പം ഈ നമ്മുടെ മുന്നിലൂടെ നടന്നു പോയ ആ സ്ത്രീ ഈ വീട്ടിലെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വിജയ് പറയുന്നത് അത് തന്നെയാണ് ഞാൻ നോക്കുന്നത്, ഈ വീട്ടിലെ ബന്ധുവാണെന്നും അറിയില്ല, എനിക്കറിയില്ല ആരാണെന്നുള്ളത്, മുഖം വ്യക്തമായി കാണാനും പറ്റുന്നില്ല, ഞാൻ എന്തായാലും ഇന്ദ്രജയോട് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വിജയ് ഇന്ദ്രജയുടെ അടുത്തേക്ക് ചെല്ലണം. ഇന്ദ്രജയ് ആരാണ് ആ സ്ത്രീ? അപ്പോൾ ഇന്ദ്രജ പറയണ അറിയില്ല, ഞാനും അത് തന്നെയാണ് നോക്കുന്നത്, മമ്മിയുടെ വല്ല കൂട്ടുകാരി ആയിരിക്കും, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നന്ദിനിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയെ അവർക്ക് ആർക്കും മുഖം കാണാൻ കഴിയുന്നില്ല, നന്ദിനിയുടെ പുറകുവശം തന്നെയാണ് എല്ലാവരും കാണുന്നത് കേട്ടോ. അങ്ങനെ നന്ദിനിയെ തന്നെയാണ് വന്നവരും എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നത്, അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് സാരി എടുത്തിട്ടുള്ളത്. അങ്ങനെ നന്ദിനി നടന്ന് വിജയുടെയും ആരതിയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ. എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ നന്ദിനി തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് രവീന്ദ്രനും പത്മയടക്കം എല്ലാവരും നോക്കി നിൽക്കുകയാണ് ആരാണ് ആ പെൺകുട്ടി എന്നുള്ള ഭാവത്തിലിട്ടോ. എന്നിട്ട് ഇന്ദ്രജയും വിജയനും കൂടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം വന്ദനയും ഉദയനും കൂടി ചെല്ലുകയാണ്. എന്നിട്ട് വന്ദന പത്മയോട് പറയണ ആരാണ് ആ പെൺകുട്ടി, ഈ പെൺകുട്ടിയെക്കുറിച്ചാണ് പത്മ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്, ആരാണ് ആ പെൺകുട്ടി? അപ്പോൾ പത്മ പറയണ അറിയില്ല, ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇന്ദ്രജയുടെ അടുത്തേക്ക് ഹരിത ചെല്ലുന്നുണ്ട്. അപ്പോൾ ഹരിതയോടും കാര്യം പറയുകയാണ്. അപ്പോൾ ഹരിത പറയണ ആരായിരിക്കും ആ പെൺകുട്ടി, എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, ഏതാണ് ആ പെൺകുട്ടി എന്ന് അറിയാലോ എന്ന് പറഞ്ഞ് ഹരിത നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോഴാണ് നന്ദിനി നടന്നു പോകുന്നത് ഹരിത കാണുന്നത്. അപ്പോൾ നന്ദിനിയെ കണ്ടതോടുകൂടി ഹരിത അങ്ങ് വാ പൊളിച്ച് നിന്ന് പോവാൻ കേട്ടോ, അത്രക്ക് ഭംഗിയായിട്ട് കാണുമ്പോൾ. അപ്പോഴാണ് നന്ദിനി നടന്നു വരുന്നത് എല്ലാവരും പിന്നെ കാണുന്നത്. അപ്പോൾ വിജയ് ഇവളായിരുന്നോ എന്നങ്ങ് വിജയെ സ്വയം പറയുകയാണ് കേട്ടോ. എന്നിട്ട് പത്മ അടക്കം എല്ലാവരും അതിശയത്തോടു കൂടിയാണ് കേട്ടോ അന്തം വിട്ട് നന്ദിനിയെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ യതീന്ദ്രൻ ഇങ്ങനെ പുഞ്ചിരിയോട് കൂടി പത്മയെ
തന്നെ തന്നെ ശ്രദ്ധിക്കുകയാണ്. നന്ദിനിയെ കണ്ട് പത്മയടക്കം എല്ലാവരും വാ പൊളിച്ച് നിൽക്കുകയാണല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് വന്നവരിൽ ഒരു സ്ത്രീ പത്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണേ, പത്മേച്ചി മരുമകൾ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ സ്ത്രീ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ പത്മ അങ്ങ് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് ഹരിത അങ്ങനെ നന്ദിനിയെ കണ്ടപ്പോൾ പിന്നെ ബാക്കിലേക്ക് കാല് വെക്കുകയാണ് കേട്ടോ, ഇവളായിരുന്നോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് വന്ദന പത്മയോട് പറയണേ, പത്മേ എന്ത് ഭംഗിയാണല്ലേ നന്ദിനിയെ കാണാൻ. പത്മ ഒന്നും മിണ്ടാതെ ദേഷ്യത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് നന്ദിനി സൂര്യയുടെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. അപ്പോൾ സൂര്യ അങ്ങ് നന്ദിനിയെ കണ്ടതോടുകൂടി അതിശയിച്ചു പോവാട്ടോ. എന്നിട്ട് കൈ അടിച്ചുകൊണ്ട് വെൽക്കം എന്ന് പറഞ്ഞ് നന്ദിനിയെ അങ്ങ് സ്വീകരിക്കുകയാണ്. എന്നിട്ട് നന്ദിനിയോട് പറയണേ, നന്ദിനി നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നാലേ ഞാൻ നിന്നെ ഒന്നുകൂടി അങ്ങ് കിട്ടിക്കളയും കേട്ടോ. എന്നിട്ട് എല്ലാവരെയും നോക്കിയിട്ട് നന്ദിനിയെക്കുറിച്ച് പറയുകയാണ്, അല്ല ഒപ്പം ചേർത്ത് പിടിക്കാൻ യോഗ്യതയല്ല എന്ന് പറഞ്ഞവർ ആരൊക്കെയുണ്ട് ഈ കൂട്ടത്തിൽ. സൂര്യ എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയണേ, ഇത് എൻ്റെ ഭാര്യ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന് പറഞ്ഞ് നന്ദിനിയെ അങ്ങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ, വാ ഇനി നമുക്ക് ഗസ്റ്റുകളെ സ്വീകരിക്കാം, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നാണ് ഗസ്റ്റുകളെ സ്വീകരിക്കുന്നത്, നിനക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി അങ്ങ് പുഞ്ചിരിക്കാൻ കേട്ടോ. അങ്ങനെ നന്ദിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂര്യ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഹരിതയ്ക്ക് ഇങ്ങനെ ദേഷ്യത്തിലാണ് കേട്ടോ ഹരിത നിൽക്കുന്നത്. അപ്പോൾ വിജയ് പറയണേ, ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അല്ലേ ഹരിത, നമ്മുടെയൊക്കെ മനസ്സിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടാണ് അവൾ ഈ പോകുന്നത്. അപ്പോൾ ആരതിയും വിവേകും സ്വകാര്യത്തിൽ പറയണേ, ആരതി എല്ലാവരും ഒന്നും നടങ്ങിയിട്ടുണ്ട് നന്ദിനിയുടെ ആ വരവിൽ, അപ്പോൾ മുഖം കണ്ടാൽ അറിയുമല്ലോ എന്ന് വിവേക് പറയണം. അപ്പോൾ ആരതി പറയണേ, മനസ്സിലാക്കട്ടെ എല്ലാവരും ഒരുങ്ങി വന്നാലേ അവളെ വെല്ലാനേ ആരുമില്ല എന്ന്. എന്നിട്ട് വിവേക് അവരുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. സൂര്യയുടെയും നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, നന്ദിനി എല്ലാവരുടെയും സംസാരം നിന്നെക്കുറിച്ചാണ്, എല്ലാ അട്രാക്ഷനും നീ കൊണ്ടുപോയല്ലോ. അപ്പോൾ സൂര്യ പറയണേ, അത് പിന്നെ സൂര്യ ചൂസ് ചെയ്ത പെണ്ണല്ലേ. വിവേക് പറയണേ, നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട, കല്യാണത്തിൻ്റെ അന്ന് നടന്നതിനെ കുറിച്ചൊന്നും നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട. അപ്പോൾ നന്ദിനി പറയണേ, വിവേക് ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് സൂര്യയോട് പറയണേ, സൂര്യ സാർ ഞാൻ ഇതാ വരുന്നു. എന്താ നീ എന്നെ വിളിച്ചത്? അത് പിന്നെ ഏട്ടാ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് വിവേകിനെ മാറ്റി നിർത്തി നന്ദിനി സംസാരിക്കണം. സമയം ഹരിത പത്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആൻറ്റി, ഈ ഫംഗ്ഷൻ കുളമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ വീട്ടിലെ ആൻറ്റിയുടെ വേലക്കാരി ഇങ്ങനെ ചമഞ്ഞൊരുങ്ങിയിട്ടുള്ളത് എന്ന് പറയട്ടെ. അപ്പോൾ പത്മ ഒന്നും മിണ്ടാതെയാണ് കേട്ടോ ദേഷ്യത്തിൽ നിൽക്കുന്നത്. അങ്ങനെ പത്മയ്ക്കും ഹരിതയ്ക്കും ഒന്നും നന്ദിനിയുടെ ആണി കണ്ടപ്പോൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവരൊക്കെ അസൂയോട് കൂടിയാണ് നന്ദിനിയെ നോക്കു നിൽക്കുന്നത്. അങ്ങനെ നന്ദിനി വിവേകിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. ഇതായി ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ നന്ദിനി ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ, ഞാനും ആരതിയും കൂടി ചേർന്നാണ് വാങ്ങിയത് എന്ന് പറഞ്ഞ് വിവേക് ആ മാല എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാല കണ്ടപ്പോൾ നന്ദിനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ, ആ ഒരുപാട് ഇഷ്ടമായി, ഇതിൻ്റെ ബാക്കി പൈസയൊക്കെ ഞാൻ കുറേശ്ശെയായി തന്നു തീർത്തോളാം എന്ന് ആരതിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിവേക് പറയുന്ന, അതല്ലല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ടത്, ആദ്യം കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ വിവേകും നന്ദിനിയും കൂടി അവിടെ നിന്നങ്ങ് പോവട്ടോ. അപ്പോൾ വിവേകും നന്ദിനിയും സംസാരിക്കുന്നതും മാല എടുത്ത് നോക്കുന്നതും എല്ലാം തന്നെ രഞ്ജിത്ത് കാണുന്നുണ്ട്. എന്നിട്ട് രഞ്ജിത്ത് ആ കാറ് കയ്യിലുണ്ട് കേട്ടോ. എന്നിട്ട് രഞ്ജിത്ത് സ്വയം പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഈ വിഷ്വൽസ് എല്ലാം തന്നെ എൻ്റെ മൊബൈലിലേക്ക് ആക്കണം, അതിന് എനിക്ക് ഒരാളുടെ സഹായം കൂടിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. ഇവിടെ രാജീവും ഗംഗയും കൂടി സംസാരിക്കുകയാണ്. എന്തായി ഏട്ടാ, പോലീസുകാരനെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്തായാലും ഞാനൊന്നുകൂടി വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് രാജീവ് പോലീസിനെ വിളിക്കാൻ കേട്ടോ. എവിടെ എത്തി സാർ എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടോ. അങ്ങനെ ഫോൺ വെച്ച ശേഷം ഗംഗ പറയുകയാണ്, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും, ഇനിയിപ്പോൾ ഇവിടെ എല്ലാം എരിഞ്ഞു തീരാൻ പോവുകയല്ലേ, അതുവരെയൊക്കെ ഒന്ന് ആളി കത്തിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാജീവും ഗംഗയും കൂടി എല്ലാം പ്ലാൻ ചെയ്ത് അവിടെ നിൽക്കുന്നത്. ഈ സമയം കതിർ മണ്ഡപത്തിലേക്ക് എല്ലാവരും കൂടി എത്തുകയാണ്. എന്നിട്ട് വേദയെ വിളിച്ചുകൊണ്ട് വരാൻ പറയാൻ കേട്ടോ. അപ്പോൾ സൂര്യ നന്ദിനിയോട് പറയാൻ, നീ പോയി വേദയെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി ഒരു മടിയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി വേദയെ വിളിക്കാൻ വേണ്ടി പോകുന്നു എന്ന് കേട്ടതോടുകൂടി വന്ദനയ്ക്കും പത്മയ്ക്കും ഇന്ദ്രജിക്കൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അവർ തടസ്സം പറയാൻ വേണ്ടി നിൽക്കണം.